ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെയും ആദ്യ കൂടിക്കാഴ്ച എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു സന്ദർഭത്തിലാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതൽ, ഇപ്പോൾ തുടങ്ങിയ എത്ര സമയത്തിനുള്ളിൽ ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, ആ ഒരു ആദ്യ കൂടിക്കാഴ്ച നടക്കുമ്പോഴുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, അതുപോലെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആ ഫസ്റ്റ് മീറ്റ് നിങ്ങൾക്കൊരനുഭവം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളുണ്ട്. 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിൻ്റെയും മെസ്സേജസ് മുഴുവനെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെയും ആദ്യ കൂടിക്കാഴ്ച എവിടെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇത് ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത കൂടിക്കാഴ്ചേനെ ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഓക്കെ ഇതെനിക്ക് അറിയുന്ന ആളായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ അത് നിങ്ങളുടെ നെക്സ്റ്റ് സിഗ്നിഫിക്കൻറ്റ് മീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏത് സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു കൺഫർമേഷൻ കാർഡ് ഗൈഡൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഏത് സാഹചര്യത്തിലാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതൽ? ഏത് സാഹചര്യത്തിലാണ് ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിൽ ഉള്ള ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത കൂടുതൽ? ഓക്കെ, ഹയർഫൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ 3 കാർഡുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കളക്റ്റീവ് ആയതുകൊണ്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പം ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം നിങ്ങളുടെ ആ സാഹചര്യം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിൽ ഉള്ള ആദ്യ കൂടിക്കാഴ്ച എവിടെയായിരിക്കും നടക്കുക? അതിനുള്ള സാധ്യത എവിടെയാണ് കൂടുതൽ? ഏതൊരു സാഹചര്യത്തിലായിരിക്കും? സ്റ്റാർ കാർഡ് യെസ് ഉണ്ട്. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച എവിടെ നടക്കാനാണ് സാധ്യത കൂടുതൽ? ഓക്കെ, ഡബിൾ കാർഡ് ഇല്ല. ഓക്കെ, ഹൈ പ്രൈസ്റ്റസ്. അപ്പോൾ 3 സാഹചര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവിത പങ്കാളിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും വഴി. ഓക്കെ, ഒന്നില്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിരിക്കാം. അറേഞ്ച് മാരേജോ പ്രപ്പോസലായിട്ട് വരുന്ന അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് വഴി, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കുടുംബത്തിലെ ആരെങ്കിലും വഴി, ഫാമിലി മെമ്പേഴ്സ് ത്രൂ ആണ് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഒരു അറേഞ്ച് മാരേജ് എനർജിയാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. രണ്ടാമത്തെ ഒരു സാഹചര്യം സ്റ്റാർ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി. നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഓക്കെ, അപ്പോൾ ആ ആദ്യ കൂടിക്കാഴ്ച നമുക്ക് പറയുന്നതിന് പകരം ആദ്യ ഒരു ഇൻറ്ററാക്ഷൻ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഓക്കെ, മൂന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങൾ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ വെച്ച്, അല്ലെങ്കിൽ ഇതുപോലെ ഈ ഒരു എന്താ പറയുക ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ചടങ്ങിലോ എന്തെങ്കിലും ഒരു പരിപാടിയിലോ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ അടുത്ത പ്രധാന കൂടിക്കാഴ്ച ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 സാഹചര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും, സ്പിരിച്വൽ റിലീജിയസ് കമ്മ്യൂണിറ്റികൾ എന്തെങ്കിലുമൊക്കെ ഉള്ള അതിലൊക്കെ ഒരു ഭാഗമാണ് നിങ്ങളെങ്കിൽ
അതിലൂടെ ആ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പരിപാടിയിലൂടെ ചടങ്ങിലൂടെ ആവും നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 3 സാഹചര്യങ്ങൾ എടുത്തുകൊണ്ട് 3 ടൈം ഫ്രെയിം ഗൈഡൻസും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് പ്രകാരം ഹയറോഫൻറ്റിൻ്റെ പ്രകാരം, അത് ഫാമിലി മെമ്പർ അല്ലെങ്കിൽ മാട്രിമോണിയൽ സൈറ്റ് പ്രപ്പോസൽ, അറേഞ്ച് മാരേജ് പ്രപ്പോസൽ വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് എങ്കിൽ അത് ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാനാണ് ഏറ്റവും സാധ്യത കൂടുതൽ കാണുന്നത്? ഓക്കെ, 3 ആഴ്ചയ്ക്കുള്ളിൽ എന്നാണ് പറയണേ. ഓക്കെ, 3 ആഴ്ചയ്ക്കുള്ളിൽ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. സാധ്യതയാണ് പറയുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ എന്തായാലും നടക്കും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ടാരോ ഒരിക്കലും പ്രഡിക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല, സാധ്യതകളാണ് നമ്മൾ പറയണേ എന്ന് എപ്പോഴും ഓർക്കുക. ഓക്കെ, പലപ്പോഴും പലരും ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്, ഇത് പ്രഡിക്ഷൻ ആണ് എന്നുള്ള പോലെ തെറ്റിദ്ധരിക്കാറുണ്ട്. നിങ്ങൾ എത്രത്തോളം അലൈൻഡ് ആണ്, നിങ്ങൾ എത്രത്തോളം ഇതിനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം ഹീലായിട്ടുണ്ട് എന്നതിനെയൊക്കെ സംബന്ധിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഭാവിയിൽ ഏതൊരു കാര്യം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നേരം വൈകുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം കുറച്ചും കൂടെ ഒരു അലൈൻമെന്റ് ആകാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഹീലിംഗ് നടക്കാനുണ്ട്, നിങ്ങൾ എന്തെങ്കിലും റിലീസ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ പല അപൂർവങ്ങളായിട്ടാണ് ആരെങ്കിലും അത് മനഃപൂർവ്വം തടഞ്ഞു നിർത്തുന്നത്, ഏതെങ്കിലും ഒരു എന്താ പറയണ്ടേ എനർജറ്റിക്കൽ സോഴ്സ് വഴി തടഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും അതൊന്ന് മനസ്സിൽ വെക്കണം. ഇനി സോഷ്യൽ മീഡിയ വഴിയാണ് എങ്കിൽ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവും അവരുടെ ജീവിത പങ്കാളിയും തമ്മിൽ ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിലാണ് ആദ്യ കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത കൂടുതൽ? 9 മാസത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ അതായത് 9 മാസം ആകണം എന്നല്ല പറയണത്. ഇപ്പോൾ തുടങ്ങിയ 9 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാം. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയതിനനുസരിച്ച്, നിങ്ങൾ എത്രത്തോളം ഹീൽഡ് ആയിട്ടുണ്ടോ അതനുസരിച്ചിട്ടാണ് ഇത് വേഗം നടക്കുന്നതും നേരം വൈകുന്നതും എന്ന് മനസ്സിലാക്കുക. ഇനി 3ാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു കാര്യം ചെയ്യാം, കാർഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇത് ഹയറോഫൻറ്റിന്, ഇത് സ്റ്റാർ കാർഡിന്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മീയമായിട്ടുള്ള പരിപാടികൾ ഒക്കെ ആണെങ്കിൽ അത് ഇപ്പോൾ തുടങ്ങിയ 9 ദിവസത്തിനുള്ളിൽ എന്നാണ് പറയണേ. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് ആ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ സാധ്യതയെങ്കിൽ ഇപ്പോൾ തുടങ്ങിയ 9 ദിവസത്തിനുള്ളിൽ അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം വളരെ ഒരു ഫേവറബിൾ ആയി നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ നന്നായി അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഹീലിങ്ങുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. കഴിഞ്ഞു പോയ പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്, അതിൽ തന്നെ എന്താ പറയുക, അതിനെ ഉപേക്ഷിക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം ഫ്രെയിമും സാഹചര്യം. ഇനി നമ്മൾ നോക്കുന്നത്, ഓക്കെ, ഞാൻ അറേഞ്ച്മെൻറ്റിൽ ഒന്നുകൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കണക്ഷൻ കിട്ടുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ കാർഡ്സ് വെക്കാനുണ്ട്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, നിങ്ങളുടെ എനർജി ആ സമയത്ത് എന്തായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഈ ആദ്യ കൂടിക്കാഴ്ച നടക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യമായി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഫോക്കസ് അവിടെ ആയിരിക്കും. ഓക്കെ, ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുക. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ. നിങ്ങൾ അതിലാണ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കുക എന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അവസാനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ടുള്ളൊരു സമയമാണെന്ന് കാണുന്നു. നിങ്ങൾ ജോലി സംബന്ധമായിട്ട്, ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും വളരെ വേദനയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുകയും അതിന് നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ആ ജോലി കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവും, ആരുടെയും സഹായമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് വരികയാണ്, നിങ്ങൾക്ക് സഹായങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ സഹായങ്ങൾ ഇങ്ങോട്ട് തേടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു മൊമെന്റ്, ഓക്കെ, ആ എനർജിയിലെ ഷിഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രധാന കൂടിക്കാഴ്ച നടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ ആ ഒരു
ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബ് അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും പല ആളുകളിൽ നിന്ന്, പല സോഴ്സുകളിൽ നിന്ന്. ഓക്കെ, പിന്നെ കാണുന്നൊരു കാര്യം, നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് നേടിയിട്ടുണ്ടാകും എന്ന് കാണുന്നു. ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് നേടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. മെയിനായിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ എനർജിയാണ് കിട്ടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ, അതായത് നിങ്ങളുടെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ നേടുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിച്ചിട്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് ആ ജോലി ഓൾറെഡി ലഭിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ എത്രത്തോളം അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതിനെ ബന്ധപ്പെട്ടിട്ടാണ് അത് കിട്ടുന്നതും അതിനോട് അടുക്കുന്നതും അല്ല. അപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു കളക്റ്റീവിൽ ചിലർക്ക് നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് നിങ്ങൾക്ക് സഹായങ്ങൾ കിട്ടി തുടങ്ങാം. ആ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടുന്ന സഹായങ്ങൾ, സജഷൻസ്, അഡ്വൈസ്, ഓക്കെ, അങ്ങനെ നിങ്ങളിലേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിക്കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നയാളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഇന്നയാളായിട്ട് കണക്ട് ചെയ്ത് തരാം, അപ്പോൾ അവർ വഴി ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഹെൽപ്പ്, സഹായങ്ങൾ, ഇങ്ങനെ സപ്പോർട്ടുകൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന്, പല വ്യക്തികളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സമയമായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ ചിലപ്പോൾ കാലങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു ജോലി. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ തുടങ്ങിയതിന് ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു സാഹചര്യം, ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ജോലി സംബന്ധമായിട്ട്. അതൊരു അവസാനമാണ്. ഓക്കെ, ആ ഒരു അവസാനത്തിൽ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്യാനും മൂവ് ഓൺ ചെയ്യാനും ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവുന്ന മാത്രമല്ല, നിങ്ങളുടെ അടുത്ത ലക്ഷ്യം, നിങ്ങളുടെ ആ ഒരു ആഗ്രഹിക്കുന്ന ഒരു ജോലി, ഡ്രീം ജോബ്, അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരിക്കും നിങ്ങൾ. ഓക്കെ, വളരെ ഉത്സാഹത്തോടെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ നേടി തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു ഗ്രാജുവലി നിങ്ങൾക്ക് ഒരു മറ്റുള്ളവരെ സാമ്പത്തികമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളിലേക്ക് സ്വയം ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഞാൻ കാണുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ജോബ് ലഭിക്കുന്നതോ, എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് എത്താനുള്ള സപ്പോർട്ട് ലഭിക്കുന്നത്, ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഷിഫ്റ്റാണ്. സഡൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ചിലപ്പോൾ നിങ്ങൾ അതിനായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ഹസിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആ ഡ്രീം ജോബ് കിട്ടുന്നതിലൂടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുകയാണ്. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേഗം നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വളരെ പെട്ടെന്നാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും നിങ്ങളുടെ ലൈഫിലും ഒരു അപ്ഗ്രേഡ് നടക്കുന്നുണ്ട്. ഈ ഒരു പാരലായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് നടക്കുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾ അത് നേടിയിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് എടുത്തിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടാകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കകളോ ഭയമോ ഒന്നുമില്ല. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ എവിടെയാണോ എത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്തും എന്നുള്ളത്. കാരണം അതിന് തക്ക ഒരു കൺഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു മൊമെന്റിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ എന്തായാലും എത്തും എന്നുള്ളതിന് 100% ഗ്യാരണ്ടി തരുന്ന ഒരു കൺഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അനുഭവമാണ്. അത് ചിലപ്പോൾ ഈ ഡ്രീം ജോബ് ആയിരിക്കാം. ആ ഡ്രീം ജോബ് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് കൺഫർമേഷൻ ആണ് നിങ്ങൾ എവിടെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങൾ എത്തിയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡ് ഹസിൽ, നിങ്ങളുടെ ബിസിനസ് വഴി ആണ് ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് എവിടെ എത്തണം, ഏത് ഉയരങ്ങളിൽ എത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആ കൺഫർമേഷൻ. നിങ്ങളുടെ ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന സഡൻ ഷിഫ്റ്റ്, ഓക്കെ, സെയിൽസിൽ ഉണ്ടാവുന്ന ഒരു ഇൻക്രീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേണിൽ ഉണ്ടാവുന്ന ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു 100% ഗ്യാരണ്ടി തരുന്ന ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സൈഡ് ഹസിൽ എത്തും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഒരു ഓവർനൈറ്റ് സക്സസ് എന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്നുള്ള നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു മാറ്റം, പക്ഷെ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. നിങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിലേക്ക് നിങ്ങളെ വളരെയധികം അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ ചിലരത് നേടിയെടുക്കുന്ന ഒരു സമയം, ചിലർ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയം. ആ ഒരു സമയത്താണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്.
കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും എങ്ങനെ നടക്കും, എന്താണ് ഉണ്ടാവുക, ഈ ഒരു ആഗ്രഹത്തിലേക്ക് എപ്പോഴെങ്കിലും എത്തിപ്പെടും, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയം ആയിരിക്കും ഫസ്റ്റ്. അതായത് ഇത് വളരെ ട്രിക്കിയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു കാര്യം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു, ജോലി. ഓക്കെ, ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങൾ എന്തിനാണോ പരിശ്രമിക്കുന്നത് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഞാനൊരു ജോലിയാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങളൊരു ജോലിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു ജോലിയല്ല, നിങ്ങളെ സ്വപ്നം കാണുന്ന ജോലി, നിങ്ങളുടെ ഡ്രീം ജോബ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് അത്ര സുഖമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥയായിരിക്കും, ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. അപ്പം നിങ്ങൾ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഹീലിംഗ് വേണം. ഏത് നിങ്ങൾ അനുഭവിച്ച ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഹീലിംഗ് വേണം. അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്തിപ്പെടുകയും വേണം. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത നിങ്ങളുടെ ആ ഒരു എന്താ പറയുക കാര്യങ്ങൾ, ആക്ഷൻസ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് ഇതിൽ നിന്ന്. അതായത് ടെൻഷൻ, വല്ലാതെ സ്ട്രെസ്ഡ് ആകുന്നുണ്ട് നിങ്ങൾ. അതായത് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ലേ, ഞാൻ എന്നും ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഉണ്ടാവുക, ഞാൻ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്താതിരിക്കുമോ, അങ്ങനത്തെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഉയർച്ചയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ, അങ്ങനെ നിങ്ങൾ വല്ലാതെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാവുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ആ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അതിൻ്റെ ഒരു പീക്കിൽ എത്തുന്ന ഒരു സമയത്താണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുന്ന ഒരു സഹായം, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു സഹായം, അല്ലെങ്കിൽ ഒരു വ്യക്തി, അവരായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നു. അവരുടെ സഹായത്തോടെ, അവരുടെ അഡ്വൈസോടെ നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നു, നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് നിങ്ങൾ എത്തുന്നു. മനസ്സിലായില്ലേ? ആ ഒരു കൺഫ്യൂഷൻ ഒറ്റ രാത്രി കൊണ്ടെന്ന് പറയുന്ന പോലെ അവസാനിച്ച് എവിടെ എത്തിച്ചേരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ എത്തുന്ന, അല്ലെങ്കിൽ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ ഒരു എനർജിയിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ സാമ്പത്തികം അല്ലെങ്കിൽ ജോലി ആയിരുന്നു. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഒക്കെ കിട്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തി. ഇനി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, വളരെ പോസിറ്റീവായിരിക്കും, വളരെ നല്ല രീതിയിലായിരിക്കും, ടെൻഷൻ അടിക്കണം ഒരാവശ്യവും ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിന് വളരെ ഒരു സമാധാനം ഉണ്ടാവും. ആ ഒരു സമാധാനം നിങ്ങൾ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ചൊരു ട്രിക്കിയാണ് അത്. വളരെയധികം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിക്കുക. ഇവിടുന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ എന്താ അങ്ങനെ ആയില്ലല്ലോ ഇങ്ങനെ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് കമന്റ് സെക്ഷനിൽ വന്ന ചോദ്യങ്ങൾ ചെയ്യരുത്. ഓക്കെ, അത് പലപ്പോഴും നിങ്ങൾക്ക് റീഡിങ്ങിന്റെ ഒരു എസൻസ് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാറില്ല, കാരണം അതങ്ങനെ കമന്റ് സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, പ്രഡിക്ഷൻ അല്ല അവിടെ നടക്കുന്നത്, സാധ്യതകളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫസ്റ്റ് മീറ്റ് നിങ്ങൾക്കുള്ളൊരു അനുഭവം എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1 അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച, അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഗ്രൂപ്പ് 1 എങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് മറ്റൊരാൾ, പുറമെ നിന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഒരു അനദർ പേഴ്സൺ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു രീതിയുണ്ട്. ആ രീതിയിലായിരിക്കും ഈ വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. അത് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല, അവർക്ക് അറിയില്ല നിങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ. പക്ഷെ അവര് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പെരുമാറുന്ന പോലെയാണ്. അവർ ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങളോട് പെരുമാറുന്നത്. ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങളോട് ഏത് തരത്തിൽ സംസാരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതേ രീതിയിലായിരിക്കും ആ വ്യക്തി സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടാവും ആ ഒരു ഫസ്റ്റ് മീറ്റിൽ തന്നെ. ഓക്കെ, clarify the 10 of wands. പിന്നെ നിങ്ങൾക്ക് ആ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ഫസ്റ്റ് മീറ്റ്, ആ ഒരു ഇന്ററാക്ഷൻ, ആദ്യം കൂടിക്കാഴ്ച നടക്കുമ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു തരത്തിലും ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ആൻഷ്യസ് ഫീൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയി. പിന്നെ ഈ വ്യക്തി വളരെ പേഷ്യൻറ്റും ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ രീതി എങ്ങനെയാണോ
ആ രീതി അങ്ങനെ അംഗീകരിക്കുന്ന അതിനനുസരിച്ച് വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നതും ഒക്കെ. ഒരു അനാവശ്യമായ ധൃതി അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ വല്ലാത്തൊരു ഓവർവെൽമിങ് എനർജി ഒന്നും ഉണ്ടാവില്ല. വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല. ഓക്കെ, ഒരു ഭാരം ഒഴിഞ്ഞു പോയൊരു ഫീലാണ് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. എന്തോ ഒരു വലിയൊരു ഭാരം ഒഴിഞ്ഞ ഒരു ഫീൽ. ഓക്കെ, പിന്നെ വളരെയധികം ആ വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇങ്ങനെ സയൻസ് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയിലായിരിക്കും പലതരത്തിലുള്ള ഒരു എന്താ പറയുക വൈബ്രേഷൻസ് തന്നുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ തരാനായിട്ട് നിങ്ങളുടെ ബോഡി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സൈഡ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മാത്രമല്ല ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും ഇവർ നന്നായി അറിയാം, എനിക്ക് കാലങ്ങളായിട്ട് അറിയാം, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അവരുടെ ബിഹേവിയറിലും ഉണ്ടായിരിക്കും. അവരും നിങ്ങളെ ഒരുപാട് നാളായിട്ട് അറിയുന്ന പോലെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യാം. ഒരു ഫ്രഷ് എനർജി ഉണ്ടാവും. ഇതുവരെ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതി ആയിരിക്കില്ല മറ്റുള്ളവർ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതി. പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് സിനാരിയോയില് നിങ്ങളുടെ എക്സ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രഷ് ഉണ്ടായിട്ടുള്ള ഒരു വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതി ആയിരിക്കില്ല. ഒരു ഫ്രഷ് എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം ആ ഒരു എനർജി നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യും. കാരണം ഇതാണ് ശരി എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ ഉണ്ടാവും. നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പാസ്റ്റ് നിങ്ങളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യാന്ന് പറയില്ലേ, എത്ര അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ തന്നെ ഇങ്ങനെ കുടുങ്ങി കിടക്കുക. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു പാസ്റ്റ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ ഒരു വ്യക്തിയെ കുറിച്ചോ ആ ഒരു പാസ്റ്റിനെ കുറിച്ചോ നിങ്ങൾ പഴയ ഇന്റൻസിറ്റിയിൽ ചിന്തിക്കില്ല. ഓക്കെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്ന് അത് റിലീസായിട്ടുണ്ടാവും. ഒരു പോയിന്റിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ല ഞാനിപ്പോൾ പഴയ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ലല്ലോ എന്ന്. ആ ഒരു ഹീലിംഗ്, ആ ഒരു റിലീസ് നടക്കുന്നത് ഈ ഒരു കൂടിക്കാഴ്ചയിലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കതൊരു വളരെ അത് തിരിച്ചറിയുമ്പോൾ നിങ്ങളത് വളരെയധികം നിങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് പോലെ തോന്നും. കാരണം നിങ്ങൾ ഒരുപാട് വേണമെങ്കിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയണ്ടേ എന്തെങ്കിലുമൊക്കെ റിച്വൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പാസ്റ്റ് പോവാൻ വേണ്ടിയിട്ട്. പക്ഷെ പോവാതെ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. നിങ്ങളതിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള എഫേർട്ട് ഇല്ലാതെ വളരെ ഈസിലി നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് ഈ ഒരു ആദ്യ കൂടിക്കാഴ്ച നടന്നതിന് ശേഷം. ഓക്കെ, നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും. ഇമോഷണലി നിങ്ങൾ വളരെ ഒരു സംതൃപ്തരായിരിക്കും. നമുക്ക് ചില ആൾക്കാരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൂല്ലേ, എന്തിനാ അവരെ പരിചയപ്പെട്ടത്, എന്തായിരുന്നു ആ ഒരു ഇന്ററാക്ഷൻ, വേണ്ടിയിരുന്നില്ല, എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയായിരുന്നു, അങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ ചില ആളുകളെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നമ്മുടെ മൊത്തം ദിവസം തന്നെ നമുക്ക് വളരെ നല്ലതായിട്ട് ഫീൽ ചെയ്യും. അതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നതിന് ശേഷം. നിങ്ങളത് ഒരുപാട് എൻജോയ് ചെയ്യും. ഓരോ സെക്കൻഡ് നിങ്ങൾ അത് എൻജോയ് ചെയ്യും. ആ ഇന്ററാക്ഷന്റെ മാത്രമല്ല നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും. ആ ഒരു മീറ്റിംഗ് അത് ആരുമായിട്ടാണെങ്കിലും നിങ്ങൾ ആ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ജീവിത പങ്കാളി എന്ന ആ സമയത്ത് തിരിച്ചറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പക്ഷെ മനസ്സിലാക്കുക ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച ഒരു സമയം വളരെ നല്ലതായിരുന്നു. നിങ്ങളുടെ മൂഡ് വളരെയധികം ഒരു പോസിറ്റീവ്ലി ഷിഫ്റ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പൊ നിങ്ങൾ ഒരു തരത്തിലും ചിലപ്പോൾ മറ്റുള്ളവർക്കൊക്കെ നിങ്ങളിങ്ങനെ പേഴ്സണലി കളിയാക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക അങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആദ്യം മീറ്റിംഗിൽ തന്നെ ചിലരൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫീച്ചർ വെച്ചിട്ടോ നിങ്ങളുടെ ഫിസിക്കൽ ഫീച്ചർ വെച്ചിട്ടോ അപ്പിയറൻസ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾ കളിയാക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ വ്യക്തിയുടെ കേസിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ഇയാളെ പരിചയപ്പെടണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കുട്ടീനെ പരിചയപ്പെടണ്ടായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? അങ്ങനെയായിരിക്കും ഈ ഒരു മീറ്റ്. നിങ്ങളതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ എൻജോയ് ചെയ്യും. അത് നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതിൽ കംപ്ലീറ്റ്ലി.
എന്തെന്നില്ലാത്തൊരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ഒരു ഫസ്റ്റ് മീറ്റ്, ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഓക്കെ, ഒരു എന്താ, ഇതൊരു തുടക്കം, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ഷിഫ്റ്റ്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു നീക്കുപോക്കില്ലാത്തൊരു പ്രോഗ്രസ് ഇല്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രോഗ്രസ് ഉണ്ടാവും. ഓക്കെ, അതും ഒരു കൺഫർമേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത് എന്നുള്ളതിന് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെയായിരിക്കാം. പിന്നെ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കും ലൈഫിൽ നിങ്ങളുടെ ലൈഫിലൊരു എന്താ പറയുക, മുൻപോട്ട് പോവുക. നിങ്ങളുടെ ഫ്യൂച്ചർ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ആ ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് ഈ വ്യക്തിനെ തന്നെ വെച്ചിട്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അതിന് മുൻപ് വരെ നിങ്ങൾ ഈ പാസ്റ്റിൽ സ്റ്റക്കായി നിന്നിരുന്ന ഒരാളായിരുന്നിരിക്കും. പക്ഷെ നിങ്ങൾ പോലും അറിയാതെ അവിടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. നിങ്ങൾ ആ പാസ്റ്റിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ആ ഫ്യൂച്ചറിലേക്ക് ആ ഒരു വളരെ പ്രതീക്ഷയോടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഒരു വിവാഹം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെയും ഒരു കുടുംബം എന്നുള്ള കൺസെപ്റ്റിനെയും വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ നോക്കിക്കാണാനായിട്ട് തുടങ്ങും. ഓക്കെ, ഈ ഒരു മീറ്റിങ്ങിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് കാണുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് മീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതും പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്, പക്ഷേ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ക്ലൂസ് എല്ലാം തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ലഭിക്കുന്ന ഡേറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്യുന്ന ആ ഫസ്റ്റ് മീറ്റ് ഉണ്ടല്ലോ, ആ ആദ്യ കൂടിക്കാഴ്ച നടക്കുന്ന ആ ദിവസത്തിൻ്റെ ഒരു ക്ലൂ ആയിരിക്കാം. വീക്ക് ഡേ കിട്ടുന്നതോ അല്ലെങ്കിൽ ഡേറ്റ്സ് കിട്ടുന്നതോ ഒക്കെ ഇനി വരുന്ന മന്ത്സ് ഒക്കെ ആണെങ്കിൽ അത് ഓക്കെ. നമുക്ക് ഈ ടൈം ഫ്രെയിമിനുള്ളിൽ നിൽക്കുന്ന ചില മാസങ്ങൾ, തീയതികൾ, ആഴ്ചകൾ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് 1ൻ്റെ ഭാവി ജീവിത പങ്കാളിയും അവരും തമ്മിലുള്ള കൂടിക്കാഴ്ച, ആദ്യ കൂടിക്കാഴ്ചയെ കുറിച്ച് അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനായിട്ട് സാധിക്കുക. അവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ക്ലൂസ്. ഓക്കെ, അപ്പോൾ ഈ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഒക്കെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഓക്കെ, സ്പ്രിംഗ് സീസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഫെബ്രുവരി അവസാനം തൊട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് വരെയാണ് വരുന്നത്. പിന്നെ നമുക്ക് സോഡിയാക് സൈൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ സൺ, മൂൺ, റൈസിങ് ലിയോ, പൈസീസ്, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആകാം. പിന്നെ അവരുടെ ഇനീഷ്യൽസ് എന്ന് പറയുന്നത് I അല്ലെങ്കിൽ D ആകാം. ഓക്കെ, ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, ഈ പറയുന്ന ലെറ്റേഴ്സ് ഇതിലാകാം. അല്ലെങ്കിൽ അവർ ഫസ്റ്റ് നെയിമിൽ ഈ ലെറ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട തീയതികൾ, ഇതിൽ അവരുടെ ജനന തീയതി ഉണ്ടാകാം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തീയതികളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഇതിലേതെങ്കിലും ഒന്നാകും നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച നടക്കുന്ന ഒരു തീയതി. 3, 4, 13, 21, 30. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ. പിന്നെ മാത്രമല്ല ഈ ഓരോ സീസൺ, സോഡിയാക് സൈൻ ബേസിക് സീസൺസ് ഉണ്ട്. ആ ഒരു സമയവും നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ലിയോ സീസൺ എന്ന് പറയുമ്പോൾ ജൂലൈ പകുതി തൊട്ട് ഓഗസ്റ്റ് ആദ്യ പകുതി വരെയാണ് ലിയോ സീസൺ വരുന്നത്. അതുപോലെ പൈസിസ്, സാജിറ്റേറിയസ്, കാപ്രിക്കോണിൻ്റെ ഞാൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. പൈസിസ് സീസൺ എന്ന് പറയുമ്പോൾ അത് അടുത്ത വർഷത്തിലേക്ക് കടക്കും. അതായത് ഒരു ഫെബ്രുവരി 19 തൊട്ട് മാർച്ച് 20, 2026 വരെയാണ് ആ സമയം കാണുന്നത്. അത് അടുത്ത വർഷത്തിലേക്കാണ് പൈസിസ് സീസൺ വരുന്നത്. ഓക്കെ, പിന്നെ സാജിറ്റേറിയസ് വരുന്നുണ്ട്. സാജിറ്റേറിയസ് ഡിസംബറിലാണ് വരുന്നത് എന്ന് എനിക്കറിയാം. അത് സാജിറ്റേറിയസ് നവംബർ ടു ഡിസംബർ ആണോ, ഡിസംബർ ടു ജാനുവരി ആണോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറയാം. സാജിറ്റേറിയസ് സീസൺ വരുന്നത് നവംബർ 22 തൊട്ട് ഡിസംബർ 21 ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഒന്ന് നോട്ട് ചെയ്യുക, അത് സംഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് കാപ്രിക്കോൺ സീസൺ ആണ്. അതും കൂടെ നോക്കിയിട്ട് അപ്പോൾ ആ സമയങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും.
ഡിസംബർ 22 തൊട്ട് ജനുവരി 19 വരെ. അപ്പോൾ ഡിസംബർ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഡിസംബറിലാണ് സാജിറ്റേറിയസും കാപ്രിക്കോൺ സീസണും വരുന്നുണ്ട്. അപ്പോൾ ഡിസംബർ മന്ത് ഇൻ ജനറൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് മീറ്റായിട്ട് ബന്ധപ്പെട്ട് ഡിസംബറിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. പിന്നെ ജനുവരി ആദ്യ പകുതി, നവംബർ അവസാന പകുതി, പിന്നെ ഫെബ്രുവരി രണ്ടാം പകുതി തൊട്ട് മാർച്ച് ആദ്യ പകുതി, മാർച്ച് 20 വരെ ഏകദേശം. അതും ഒരു ടൈം പൈസിസ് സീസൺ അപ്പോഴാണ് വരുന്നത്. അത് 2026 നമ്മൾ പറയണേ. പിന്നെ ഇനി ഈ അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ലിയോ സീസൺ ആണ്. അതായത് ജൂലൈ പകുതി തൊട്ട് രണ്ടാം പകുതി തൊട്ട് ഓഗസ്റ്റ് ആദ്യ പകുതി വരെയാണ് ലിയോ സീസൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീസൺസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് വാട്സപ്പിൽ കോൾ ചെയ്യാതിരിക്കുക, മെസ്സേജസ് മാത്രം അയയ്ക്കുക. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാമാണ് നിങ്ങളുടേതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഏതൊരു സാഹചര്യത്തിലാണ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 സാഹചര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഭാവി ജീവിത പങ്കാളിയെ ഏത് സാഹചര്യത്തിൽ വെച്ചാണ് കണ്ടുമുട്ടാനായിട്ട് സാധ്യത? ഓക്കെ, ജസ്റ്റിസ് എല്ലാം കൺഫർമേഷൻ കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ 11 കാർഡുകൾ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. മേജർ അർക്കാന കാർഡ്സിൽ 11 മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ലവേഴ്സുമില്ല. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് ഏത് സാഹചര്യത്തിലാണ് ആദ്യ കൂടിക്കാഴ്ച നടക്കാൻ സാധ്യത കൂടുതൽ? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച ഏത് സാഹചര്യത്തിൽ നടക്കാനാണ് സാധ്യത കൂടുതൽ? ഓക്കെ, ഹയറഫൻ്റ് ആണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്. അതായത് അറേഞ്ച് മാരേജ് സിനാരിയോ. ഓക്കെ, ഒന്നില്ലെങ്കിൽ അറേഞ്ച് മാരേജ് പ്രപ്പോസൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾ വഴി അവരുടെ പ്രപ്പോസൽ വരിക, അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാട്രിമോണിയൽ സൈറ്റിൽ അവരുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലഭിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, അവർ അറേഞ്ച് മാരേജ് എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി അതുപോലെ 2 സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കിടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച ഏത് സാഹചര്യത്തിൽ നടക്കാനാണ് സാധ്യത കൂടുതൽ? ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇവൻറ്റ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ അതിൻ്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ത്രൂ ആണ് നിങ്ങൾ ആ വ്യക്തിയെ പരിചയപ്പെടുന്നത്. ഓക്കെ, ആദ്യ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നൊക്കെ വിചാരിക്കും, പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ ആ ഒരു ഇവൻറ്റ്, അതിനുമായി ബന്ധപ്പെട്ട ഇവൻറ്റിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ കണ്ടുമുട്ടാൻ നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച നടക്കാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ്സിൽ, അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവൻറ്റുകളൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്, എന്താ പറയുക, പരിപാടികളിലൊക്കെ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഒക്കേഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് ആദ്യ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൂടെയാണ് നിങ്ങളും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ കിട്ടിയിട്ടുള്ളത് നമുക്ക് എംപ്രസ് ആണ്. അതായത് ഫാമിലി ഫങ്ഷൻ, നിങ്ങളുടെ എന്താ പറയണ്ടേ,
ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ഒരു വിവാഹമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് കല്യാണം ആകാം പ്രധാനമായിട്ട്. പിന്നെ അല്ലെങ്കിൽ ഹൗസ് വാമിങ്, എൻഗേജ്മെന്റ് പാർട്ടി, റിസപ്ഷൻ, മാരേജ് റിസപ്ഷൻ, അങ്ങനെ നെയിമിംഗ് സെറമണി, അങ്ങനെ എന്ത് പരിപാടി ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കാം. നിങ്ങളുടെ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ അനിയത്തിയുടെയോ അനിയൻ്റെയോ ഒക്കെ വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ, കസിൻസിൻ്റെ വിവാഹം, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ പേരിടൽ, അവരുടെ വീടിൻ്റെ ഹൗസ് വാമിങ്, അങ്ങനെ എന്ത് അവരുമായിട്ട് നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വഴിയാണ് നിങ്ങൾ ആ ഒരു ഫംഗ്ഷനിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയേണ്ടത് 3 സാഹചര്യങ്ങൾ. ഞാൻ ഇതിനെ ഗ്യാപ്പ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ടൈം ഫ്രെയിം വയ്ക്കുന്നത്. ഓരോ സന്ദർഭത്തിനും കണക്ട് ചെയ്തിട്ടുള്ള ടൈം ഫ്രെയിം, എത്ര സമയത്തിനുള്ളിലാണ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ സാധ്യത എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അതിനാണ് ഈ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് നോക്കാം ഇനി. അപ്പോൾ ഒരു അറേഞ്ച് മാരേജ് സിനാരിയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ത്രൂ മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നതെങ്കിൽ അതിപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് നോക്കാം. 2 ദിവസത്തിനുള്ളിൽ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ആക്റ്റീവ്ലി നിങ്ങൾക്ക് അറേഞ്ച് മാരേജ് നോക്കുന്നതാണ് എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ആക്റ്റീവ്ലി നിങ്ങൾ പിന്നെ പ്രപ്പോസൽസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരുന്ന പ്രപ്പോസൽസ് ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യണം, എപ്പോഴും നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറേഞ്ച് മാരേജ് നോക്കുന്നേ ഇല്ല എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബിസിനസ് ത്രൂ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടിയിലൂടെയാണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവും അവരുടെ ഭാവി ജീവിത പങ്കാളി തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച നടക്കുന്നതെങ്കിൽ അതിപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അത് വലിയൊരു പീരീഡാണ്. നമുക്ക് 9 വർഷമാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ അതായത് ഇപ്പോൾ തുടങ്ങി 9 വർഷത്തിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യം പറയണം. അതായത് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, ബിസിനസ് തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളതൊരു സൈനാണ്. അതിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോയി ആ ബിസിനസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതും വേഗം തന്നെ നടക്കും. 9 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ 9 വർഷമായിട്ട് എന്നല്ല അർത്ഥം കേട്ടോ. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഞാനൊരു ഫസ്റ്റ് മീറ്റ് വീഡിയോ ഇട്ടപ്പോൾ അതിലിങ്ങനെ ഇതുപോലെ ഇയറുകൾ വന്നിട്ടുണ്ടായിരുന്നു, വർഷങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇനി മീറ്റ് ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് ഇട്ടിട്ടുണ്ട്. അതൊരു സാധ്യതയാണ് പറയണതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 100% ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ മീറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇത്ര സമയത്തിയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുള്ളൂ എന്നല്ല. നിങ്ങൾ അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഹീൽഡ് ആണ്, നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയുമായി അലൈൻഡ് ആണ് എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് വേഗം നടക്കുന്നതിനും നേരം വൈകുന്നതിനും സാധ്യതയുണ്ട്. അതെപ്പോഴും ഓർക്കുക. ഇനി ഫാമിലി ഫംഗ്ഷൻ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വിവാഹം, ഹൗസ് വാമിംഗ്, പാർട്ടീസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വഴിയാണ് ഗ്രൂപ്പ് 2 അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നതെങ്കിൽ അതിപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. എനിക്ക് തോന്നിയത് വളരെ പെട്ടെന്നുള്ളതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വല്ല ഫംഗ്ഷൻ ഉണ്ട്, അതായത് ഇപ്പോൾ നാളെയോ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ആ ഫംഗ്ഷനിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ സ്പെസിഫിക് ആണ് ലാസ്റ്റത്തെ സിനാരിയോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും കണക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണക്ട് ചെയ്യുന്നവർ മാത്രം അത് സ്വീകരിക്കാം. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ ഫംഗ്ഷൻ ഉണ്ട്. ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാകുന്ന ഫംഗ്ഷൻസ് അല്ല. അപ്പോൾ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, ആ ഫംഗ്ഷനിൽ പരിചയപ്പെടുന്നവരെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പുതിയ മുഖങ്ങളൊക്കെ പരിചയപ്പെടുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും നോക്കാം. ഈ ആദ്യ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ഗ്രൂപ്പ് 2 ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുണ്ടാകുക. ഗ്രൂപ്പ് 2 അവരുടെ ഭാവി ജീവിത പങ്കാളി തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇനി അടുത്ത പ്രധാന കൂടിക്കാഴ്ച നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നുണ്ടാകുക. നിങ്ങളൊരു ഐസൊലേഷൻ പീരീഡിലായിരിക്കും. ഓക്കെ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോകുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് നിങ്ങൾക്കുള്ള ഫയലല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവർ ജീവിത പങ്കാളിയെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഒറ്റയ്ക്കായിരിക്കും, സിംഗിളായിരിക്കും, റിലേഷൻഷിപ്പ് വൈസ് സിംഗിളായിരിക്കും. പിന്നെ അവരൊരു ഐസൊലേഷനിലായിരിക്കും, സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഐസൊലേഷൻ എന്ന് പറയില്ലേ, അത് നിങ്ങൾ സ്വയം തീരുമാനിച്ച് നിങ്ങളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ഏകാന്തവാസം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ സ്വയം തീരുമാനിച്ച് ചെയ്യുന്നതാണ്.
അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രധാന ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല എന്ന് നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് എല്ലാവരിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു എനർജി. ആ ഒരു ടൈമിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ജീവിതത്തിലൊരു എന്താ പറയുക, ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് ആ ഒരു സ്റ്റാഗ്നൻസ് പീരീഡ് ഉണ്ടായിരുന്നുണ്ടാവും, കുറേ ഒരു വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ ഏതെങ്കിലും ഒരു മേഖലയിൽ കാര്യമായ കാര്യങ്ങൾ തകിടം മറിയുന്ന ഒരു അവസ്ഥയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് നാളത്തേക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ ആ ഒരു ഏരിയ അതുപോലെ തന്നെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളത് വളരെ ക്ഷമയോടെ ആ ഒരു പീരീഡ് കടന്നു വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രോഗ്രസ് കണ്ടു തുടങ്ങുന്ന ഒരു സമയം, ആ ഒരു മേഖലയിൽ ഒരു പുരോഗതി, ഒരു ഫോർവേഡ് മൂവ്മെന്റ് കണ്ടു തുടങ്ങുന്ന ഒരു സമയം. ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല ഇത് എവിടേക്ക് എന്താണ് നിങ്ങളുടെ ഭാവിയിൽ ആയിരിക്കുന്നത്, ആ പ്രത്യേക മേഖലയിൽ ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഐഡിയ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച ഒരു സ്റ്റക്ക് എനർജി ഉണ്ട്, ഒരു സ്റ്റാഗ്നന്റ് എനർജി ഉണ്ട്. അതല്ലാതെ അതിൽ നിന്നൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും എന്ന് കാണുന്നു. ആ ഒരു സമയം നിങ്ങൾ പുറമേ ഉള്ളവരായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ നിങ്ങൾക്കൊരു അകലുണ്ടായിരിക്കും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ അച്ഛനമ്മ, സഹോദരങ്ങൾ, അവരൊക്കെ ആയിട്ട് നിങ്ങൾ വളരെ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നത് കാണാം. നിങ്ങളുടെ കസിൻസ് പോലുമല്ല, പക്ഷെ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഓക്കെ നിങ്ങൾക്ക് അത്രയും അവരായിരിക്കും നിങ്ങളുടെ ലോകം എന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുന്ന സമയം. ആ ഒരു ടൈമിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. നിങ്ങളിങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോകുന്നൊരു സമയം. കാരണം ഈ ഒരു ഡൗൺഫോൾ, ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങൾ തകിടം മറിയുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പം നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ പഠിക്കുന്നൊരു പാഠാണ്, എല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നൊരു പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പാഠം പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കാനുള്ള ഒരു എഫേർട്ടാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കും. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുക, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനും നിൽക്കാതെ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ഫുൾ എനർജിയിൽ, അപ്പം വരാൻ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അതെങ്ങനെയായിരിക്കും, എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ സംഭവിച്ചല്ലോ, എന്നാലും എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചെകയാനും പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ വലിയ അനുഗ്രഹങ്ങൾ, ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഒരു റിലാക്സ്ഡ് എനർജി ആയിരിക്കും. പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഏത് മേഖലയിലാണോ കാര്യങ്ങൾ തകിടം മറിഞ്ഞത്, നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചത്, അവിടെ പ്രത്യേകിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റവും നടന്നിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, ഒരു സ്വസ്ഥത ഉണ്ടോ, മനസ്സിനൊരു സമാധാനം ഉണ്ടോ, ടെൻഷനും ഒക്കെ പോയി ഒരു സമാധാനമുള്ളൊരു സമയം. ആ ഒരു സമയത്താണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നോ നേടിയെടുക്കാനായിട്ടുള്ള പരിശ്രമമൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുന്നൊന്നുമില്ല. നിങ്ങളത് നടക്കുമ്പോൾ അതിനൊരു ഡിവൈൻ ടൈം ഉണ്ട്, ഡിവൈൻ പ്ലാൻ ഉണ്ട്, ആ സമയത്തേ നടക്കൂ. ഞാൻ എൻ്റെ ഭാഗം കൊണ്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് എന്ന ആ ഒരു സത്യം മനസ്സിലാക്കി പോകുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് ജീവിതത്തിന് ഒരു അടക്കും ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ റുട്ടീനൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്താ പറയണ്ടേ, ഇപ്പം നിങ്ങളിങ്ങനെ തോന്നിയ നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ കിടക്കുക, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളായിരുന്നെങ്കിൽ ഈ ഒരു മീറ്റിംഗ് സംഭവിക്കുന്നതിന് മുൻപൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒരു കൃത്യമായ റുട്ടീൻ ഉണ്ടാവും. കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കൃത്യസമയത്ത് കിടക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, വ്യായാമം ചെയ്യുക, അതിനെല്ലാത്തിനും സമയങ്ങളൊക്കെ മാറ്റി വെച്ച് ലൈഫ് വളരെ ഒരു അടുക്കും ചിട്ടയിലും കൊണ്ട് നടക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ മെച്യൂരിറ്റി ലെവൽ ഒരുപാട് ഉയർന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തെ കാണുന്ന രീതി, പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു വല്ലാത്തൊരു മെച്യൂരിറ്റി നിങ്ങൾക്കും അനുഭവിക്കും, നിങ്ങളുടെ ചുറ്റുള്ളവരത് കൃത്യമായിട്ട് കാണും. അത്രയും മെച്യൂർഡായിട്ടാണ് നിങ്ങൾ ആ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല
നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുന്നുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ അതിൽ നിരാശപ്പെട്ട് എന്തുകൊണ്ട് നടന്നില്ല എന്നിങ്ങനെ ഇരിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് എനിക്ക് ലഭിക്കാനാണ് എന്നൊരു വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക. ആ ഒരു വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്. ഈ ഒരു എനർജിയിലായിരിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്, ആദ്യ കൂടിക്കാഴ്ച നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. മനസ്സിലായല്ലോ? നിങ്ങൾക്കൊരു സംതൃപ്തി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എത്ര ഹാപ്പി, നിങ്ങൾ ആഗ്രഹിച്ച് നടന്നോ? ഇല്ല, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അതായത് അവിടെ ഒരു വിശ്വാസം ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തായാലും നടക്കും എന്നുള്ളത്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ഉണ്ടായി കഴിഞ്ഞു. മനസ്സിലായല്ലോ? അതുപോലെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനമ്മ സഹോദരങ്ങൾ മാത്രമായിരിക്കും. ആ ഒരു രീതിയിൽ നിങ്ങളുടെ ലോകം ചുരുങ്ങുന്നതായിട്ട് കാണുന്നു. ആ ഒരു സമയം, അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ഫസ്റ്റ് മീറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു മീറ്റിംഗ് നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെയും ഇടയിൽ നടക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫസ്റ്റ് മീറ്റ് നിങ്ങൾക്ക് എങ്ങനെയാകും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2-ഉം ഗ്രൂപ്പ് 2-വിൻ്റെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച ഗ്രൂപ്പ് 2-വിന് അതെങ്ങനെയായിരിക്കും? കാർഡ് നിലത്ത് വീണുണ്ടേ, അതിനൊന്ന് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് മീറ്റ് നിങ്ങളത് അധികം അതിലേക്ക് അങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആ ടെൻഷനിൽ നിന്നൊക്കെ പോകുന്നു, വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ അത്ര അലേർട്ട് ആയിരിക്കില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. അപ്പോൾ ആരൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു അവരോടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിനും ഓരോ വ്യക്തികളെയും നിങ്ങൾ പരിചയപ്പെടുന്നതിനും പിന്നിലൊരു കാരണമുണ്ട്. അത് യൂണിവേഴ്സിന്റെ പ്ലാൻ പ്രകാരം നടക്കുന്നതാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും സറണ്ടർ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത്. ആ ഒരു സമയത്താണ് ഈ ഫസ്റ്റ് മീറ്റ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ടെൻഷനും സ്ട്രെസ്സിൽ നിന്നൊക്കെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജി ഈ ഒരു ഫസ്റ്റ് മീറ്റിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് മീറ്റ് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോഴും അവരായിട്ട് ഇടപഴകുമ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയണ്ടേ, ജിറ്ററി ഫീൽ എന്ന് പറയും. അതായത് ഭയങ്കരമായിട്ടൊരു ടെൻഷനേക്കാൾ കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളാവില്ല പറയുക, നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ വളരെ ഒരു എക്സൈറ്റഡ് ആയിരിക്കും, എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതേസമയം നമ്മൾ വളരെ മൈൻഡ്ഫുൾ ആയിരിക്കില്ല. ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കൃത്യമായി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫീലൊന്നും നിങ്ങൾക്ക് ഉണ്ടാകില്ല. ഓക്കെ, നിങ്ങളത് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് മീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ എന്താ പറയണ്ടേ, നിങ്ങളുടെ ഒരു ഹീലിംഗ് പീരീഡ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സറണ്ടർ ചെയ്ത് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണുന്നു. ഒരുപാട് അറിവുകൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഒരുപാട് എന്താ പറയുക, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഇത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു മീറ്റാണ്. നിങ്ങളൊട്ടും ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നു, ഈ ഒരാളായിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾ വിചാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഐസൊലേഷൻ പീരീഡിലാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഫാമിലിയുമായിട്ട് മാത്രമാണ് കൂടുതൽ കണക്ഷൻ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഫാമിലിക്ക് പുറത്തൊരാളുമായിട്ട് വളരെ നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ തന്നെ അത് നിങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. പക്ഷെ നിങ്ങൾക്ക് പിന്നാലേക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളായിട്ട് സംസാരിച്ചു എത്ര നേരം, ഞാൻ ആരുമായിട്ട് അങ്ങനെ സംസാരിക്കാത്തതാണല്ലോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് ഒന്ന് അതിശയപ്പെട്ടു പോകുന്ന ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ഒരു വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ആ ഒരു അറ്റൻഷൻ, ആ ഒരു എഫേർട്ട് ആ വ്യക്തിയും തിരിച്ചെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ ഒരു ഇന്ററാക്ഷൻ ആ ടൈമിൽ.
പിന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ എന്തെങ്കിലും ഗസ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇതൊരു ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് കാണുന്നത്. പഴയ ഒരു പാറ്റേൺ ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ പ്രത്യേകിച്ച് റൊമാൻറ്റിക് ആസ്പെക്റ്റിൽ നിങ്ങൾ ഫോളോ ചെയ്തൊരു പാറ്റേൺ ഉണ്ടായിരിക്കും ഫസ്റ്റ് മീറ്റിലൊക്കെ. ഓക്കെ, ഒരു പാറ്റേൺ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ആ പാറ്റേണേ ആയിരിക്കില്ല എന്ന് കാണുന്നു. ഇത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ ആദ്യമേ തന്നെ. കാരണം കേസ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു അവരുടെ ചിലപ്പോൾ ഒരു കെയറിങ്, അവരുടെ ആ ഒരു സംസാരിക്കുന്ന രീതി, നിങ്ങളോടുള്ള പെരുമാറ്റമൊക്കെയാണ് നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടം തോന്നിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ടായിരിക്കാം ഇതുപോലെ പെരുമാറുന്നവർ ഇപ്പോഴും ഈ ലോകത്തുണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടുന്നതാണ് ഈ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വളരെ ഇൻഫീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടുള്ള, നിങ്ങളെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ വരുന്ന ആളുകൾക്ക് ഇതാണൊരു ക്യാരക്ടർ എന്നൊരു ഇംപ്രഷൻ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ ആയാലും കണ്ടില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ചിന്തയെ മാറ്റുന്നതാണ് ഈ ഒരു ഇന്ററാക്ഷൻ. ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ഓക്കെ, ഇങ്ങനത്തെ ആളുകൾ ഇപ്പോഴും ഈ ലോകത്തുണ്ടല്ലേ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ പോകും. അത് നിങ്ങളിൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട് ഈ ഒരു ത്രൂ ഔട്ട് ഇന്ററാക്ഷനിൽ. നിങ്ങൾ പരസ്പരം ഹാൻഡിൽ ചെയ്യുന്ന, പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് ഒരിക്കലും നിങ്ങൾക്ക് ഇൻഫീരിയർ ആയിട്ടോ സുപ്പീരിയർ ആയിട്ടോ തോന്നില്ല. അവർ അതേ രീതിയിലാണ് നിങ്ങളോട് പെരുമാറുക. അത് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ ഒരു മീറ്റിങ്ങിൽ. ഇത് ഡെഫിനറ്റ്ലി ഒരു ന്യൂ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നാണ് റിട്ടേൺ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള, വളരെ ഒരു, ഞാൻ പറഞ്ഞല്ലോ പഴയ പാറ്റേണേ ആയിരിക്കില്ല. ഇതൊരു വളരെ പുതിയൊരു പാറ്റേൺ ആണ്, ഒരു പുതിയ എനർജിയാണ് എന്ന് കാണുന്നു. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് മീറ്റ്. ഡെഫിനറ്റ്ലി അങ്ങനെയാണല്ലോ. Okay. Clarify the Ten of Wands. Clarify the Moon. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ കാണുന്നൊരു കാര്യം, നിങ്ങൾ വളരെ ഗാർഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പൊതുവേ നിങ്ങൾക്ക് ആ ഒരു വളരെ ഗാർഡഡ് ആയിട്ട് നിങ്ങളുടെ ഒരു റിയൽ ഒരു എന്താ പറയണ്ടേ, ഒരു വൾണറബിൾ സൈഡ് നിങ്ങൾ കാണിക്കാതെ, നിങ്ങളുടെ ആ സോഫ്റ്റ് സൈഡൊന്നും കാണിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഹൈ സ്ട്രോങ് ബൗണ്ടറീസ് മറ്റുള്ളവരായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു, കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബൗണ്ടറി വെക്കണമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇന്റൻഷൻ ക്ലിയർ ആവാത്തതുകൊണ്ടാണ്. അവരെങ്ങനെയാണെന്ന് കൃത്യമായ ഒരു ഐഡിയ കിട്ടാണ്ട് വരുമ്പോഴാണ് നിങ്ങൾ ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, അനാവശ്യമായ ഒരു ബേർഡൻ നിങ്ങളുടെ ലൈഫിൽ വേണ്ട എന്ന് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന് കാണുന്നു. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങളങ്ങനെ മുഴുവനായിട്ട് നിങ്ങളുടെ സോഫ്റ്റ് സൈഡ് ഒന്നും കാണിക്കുന്നില്ല എങ്കിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക പ്രൊട്ടക്റ്റീവ്നെസ്, നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഒന്നിങ്ങനെ അയഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ പോലും അറിയാതെ ഫ്രീ ആയി നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് സൈഡ് അവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഇന്റൻഷൻ, അവരൊന്നും ഇങ്ങനെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളോട് പെരുമാറുക. അവരുടെ എനർജി എന്ന് പറയുന്നതും ഒരു തരത്തിലും നിങ്ങൾക്ക് എന്താ പറയാ, അവർ സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ടും അവരെന്താണോ കാണിക്കുന്നത്, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അത് തന്നെയാണ് അവരുടെ ഉള്ളിലുള്ളത്. അവർക്ക് വേറെ അൾട്ടീരിയർ മോട്ടീവ് ഒന്നും ഇല്ല എന്നുള്ള ഒരു കൃത്യമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതൊരു വാക്കുകൊണ്ട് പറയുന്നില്ലെങ്കിലും അവരുടെ ഒരു ജസ്റ്റർ, അവരുടെ ഒരു ബിഹേവിയർ, അവരുടെ എനർജി അത് നിങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഇന്റൻഷൻസും ഇല്ല എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾക്ക് എന്താ അവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ, ഗാർഡഡ് ആയിട്ട് നിൽക്കാതെ
അവരോട് കുറച്ചുകൂടെ ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങളെ അത് സഹായിക്കുന്നുണ്ടെന്ന് കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊട്ടക്റ്റീവ് എനർജി നിങ്ങളിൽ അധികം ഉണ്ടാവില്ല, അതും കൂടെ കാണുന്നു. നിങ്ങൾ അത്രയും ഇങ്ങനെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾ തന്നെ സാധാരണ രീതിയിലാണെന്ന് വെച്ചാൽ നിങ്ങളൊരു പരിചയമില്ലാത്ത ഒരാളെ പെരുമാറും, നിങ്ങൾ അധികം സംസാരിക്കില്ല, നിങ്ങൾ വളരെയധികം ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരാളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, അത് നിങ്ങൾ കരുതി കൂട്ടി അങ്ങനെ ആകാതിരിക്കുന്നതല്ല, ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളെ ആ ഒരു കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അവരോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഒരു തരത്തിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മീറ്റ് ഡീറ്റെയിൽസ്. മാക്സിമം നമുക്ക് കിട്ടാവുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 2-ഉം അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആദ്യ കൂടിക്കാഴ്ച നടക്കാൻ സാധ്യതയുള്ള തീയതികൾ, ആഴ്ചകൾ, മാസങ്ങൾ അല്ലെങ്കിൽ സോഡിയാക് സീസൺസ് അത് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ അവരുടെ ഭാവി ജീവിത പങ്കാളിയെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസും എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഓഗസ്റ്റ് മാസം കിട്ടിയിട്ടുണ്ട്, ഓഗസ്റ്റ് 2025 ആകാൻ പോകുന്നേ ഉള്ളൂ. ലിയോ സീസൺ കിട്ടിയിട്ടുണ്ട്. ലിയോ സീസൺ എന്ന് പറയുന്നത് ജൂലൈ 2ാം പകുതി തൊട്ട് ഓഗസ്റ്റ് ആദ്യ പകുതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് ആദ്യ പകുതി സ്പെസിഫിക്കലി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നു. ലിയോ സോഡിയാക് സൈൻ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സൺ മൂൺ റൈസിംഗ് സൈനിൽ ഏതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ വേറെ 2 വീക്ക് ഡേയ്സ് കിട്ടിയിട്ടുള്ളതാണ്, വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും. ഇതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട തീയതികൾ ഇതിൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ ജനന തീയതി ഉണ്ടാകാം കേട്ടോ. പക്ഷേ ഈ തീയതികളും ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ച ഈ പറഞ്ഞ ഏതെങ്കിലും തീയതികളിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2, 5, 7, 17, 18, 23, 29 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ. പിന്നെ 2 ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്, R അല്ലെങ്കിൽ Z. ഈ 2 ആൽഫബറ്റ്സ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. ഇതാണ് അവരെ സംബന്ധിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയയ്ക്കുക, കോൾ ചെയ്യാതിരിക്കുക. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത ഏത് സാഹചര്യത്തിലാണ് നടക്കാൻ സാധ്യത കൂടുതൽ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കാർഡ്സാണ് എടുക്കുന്നത്. ഓക്കെ, 3 കാർഡും 3 വ്യത്യസ്ത സാഹചര്യങ്ങളെയാണ് കാണിക്കുക. കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ടാണ് അതിനെ 3 കാർഡുകൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 3യും ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച ഏത് സാഹചര്യത്തിൽ നടക്കാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഫൂൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഗ്രൂപ്പ് 3യും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച ഏത് സാഹചര്യത്തിൽ നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ,
ഗ്രൂപ്പ് 3യും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച ഏത് സാഹചര്യത്തിൽ നടക്കാനാണ് സാധ്യത കൂടുതൽ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 3 സാഹചര്യങ്ങളാണ്. ഞാൻ കാർഡ് ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. നമ്മൾ ഈ ടൈം ഫ്രെയിമും കൂടെ എടുക്കുന്നുണ്ട്, അതിനാണ് ഈ സ്പേസ് ഇട്ടിരിക്കണത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ എവിടെ മീറ്റ് ചെയ്യും, എപ്പോൾ മീറ്റ് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലൂവും യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അതാണ് ഫുൾ കാർഡ്. ഫുൾ കാർഡ് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംവെയർ വേർ യു ആർ ലീസ്റ്റ് എക്സ്പെക്റ്റിംഗ് വിച്ച് യൂണിവേഴ്സ് ഡു നോട്ട് വാണ്ട് ടു ഡിസ്ക്ലോസ്. യൂണിവേഴ്സ് അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സമയത്താണ് ഈ ഒരു വ്യക്തിനെ, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച നിങ്ങളുടെ നടക്കുന്നത്. അത് എവിടെ, എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സാധ്യതയെങ്കിലും തരാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക, അത്രയും നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻ ഉള്ളൂ. രണ്ടാമത്തെ സാഹചര്യം കിട്ടിയിട്ടുള്ളത് അറേഞ്ച് മാരേജ് എനർജിയാണ്. അതായത് അറേഞ്ച് മാരേജ് പ്രപ്പോസൽ വരിക, അല്ലെങ്കിൽ മാട്രിമോണിയൽ സൈറ്റ് വഴി പ്രൊഫൈൽ ലഭിക്കുക, ഫാമിലി മെമ്പേഴ്സ് വഴി ഫാമിലി മെമ്പേഴ്സ് കൊണ്ടുവരുന്ന ഒരു ആലോചന, അല്ലെങ്കിൽ അവരിലൂടെ പരിചയപ്പെടുക. ഓക്കെ, അങ്ങനെയാണ് ഒരു ആദ്യ കൂടിക്കാഴ്ച നടക്കാനുള്ള മറ്റൊരു സാധ്യത. മൂന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ എന്താ പറയണ്ട, സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട, ആത്മീയതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരിപാടികൾ, ഏതെങ്കിലും ചടങ്ങുകൾ, ഏതെങ്കിലും പൂജകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികൾ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ആരാധനാലയങ്ങളിലുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ, അവിടുത്തെ ആഘോഷങ്ങൾ, ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഈ ഒരു മതപരമായിട്ടുള്ള ആത്മീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ചടങ്ങുകളിലൂടെയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോഴോ അവിടെ വെച്ചിട്ടോ ആണ് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യത കാണുന്നത്. ഈ 3 സാഹചര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് നിങ്ങളും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നടക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ആദ്യത്തെ വളരെ ഒരു സസ്പെൻസ് ആണ്. എന്താ പറയുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. അല്ലാതെ ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെ അത് മുന്നേ കൂട്ടി അറിയിക്കുന്നില്ലെങ്കിൽ അതിലൊരു കാരണം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം, ഈ 3 സാഹചര്യങ്ങൾക്കും ഒരു ടൈം ഫ്രെയിം നമുക്കെടുക്കാം. അപ്പോൾ ആദ്യത്തെ സാഹചര്യത്തിലാണ് ഈ ഒരു ഭാവി ജീവിത പങ്കാളിയും ഗ്രൂപ്പ് 3യും തമ്മിലുള്ള മീറ്റിംഗ് ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നതെങ്കിൽ, അതിപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ? ഓക്കെ, ഇപ്പോൾ തുടങ്ങി 6 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മീറ്റിംഗ് നടക്കാം. ഓക്കെ, അപ്പോൾ വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഈ ഒരാളെ കണ്ടുമുട്ടാം. അത് എവിടെ കണ്ടുമുട്ടുന്ന പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല, സസ്പെൻസ് ആണ്. അപ്പോൾ അത് യൂണിവേഴ്സിൽ അങ്ങ് വിശ്വസിക്കുക. യൂണിവേഴ്സിനോട് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒരു സൈനൊക്കെ ചോദിക്കാം. എന്തായാലും കളക്റ്റീവ്ലി നിങ്ങളോട് അതിനെക്കുറിച്ച് പറയാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നില്ല. ഇനി ഹയർഫൻ്റാണ് രണ്ടാമത്തെ സാഹചര്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് മാരേജ് പ്രപ്പോസൽ, മാട്രിമോണിയൽ സൈറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ വഴി ആണ് ആദ്യ കൂടിക്കാഴ്ച നടക്കാൻ സാധ്യത എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാനാണ് സാധ്യത കാണുന്നത്? നാല് ദിവസം എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4 ദിവസം എന്ന് പറയുമ്പോൾ അധികമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ്ലി ഇപ്പോൾ കല്യാണം നോക്കുന്നുണ്ട് എങ്കിൽ ഈ 4 ദിവസത്തിനുള്ളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മാട്രിമോണി സൈറ്റിൽ കിട്ടുന്ന പ്രൊഫൈലുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രപ്പോസൽ പോലും അതിനെക്കുറിച്ച് അതൊന്ന് വെറുതെ എന്താ സ്ട്രേറ്റ് റിജക്ഷൻ പറയരുത്. ആ പ്രപ്പോസൽ ആ വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അറിഞ്ഞ് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യണോ പ്രൊസീഡ് ചെയ്യണോ വേണമെന്ന് തീരുമാനിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഏതെങ്കിലും ചടങ്ങുകൾ വഴിയോ ആഘോഷങ്ങൾ വഴിയോ അതിലൂടെയാണ് ആദ്യ കൂടിക്കാഴ്ച നടക്കാൻ സാധ്യത എന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിലാണ് നടക്കാനായിട്ട് സാധ്യത കാണുന്നത്? ഇപ്പോൾ തുടങ്ങി 2 വർഷത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം ഫ്രെയിംസ്. ഇപ്പോൾ തുടങ്ങി 2 വർഷത്തിന് ഉള്ളിൽ എന്നാണ് പറയുന്നത്. 2 വർഷത്തിന് ശേഷം എന്നല്ല, അല്ലെങ്കിൽ 2 വർഷമാകുമ്പോൾ എന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും ഈ 2 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഏറ്റവും നേരത്തെ വേണമെങ്കിൽ നേരത്തെ ആകാം, നേരം വൈകിട്ടാണെങ്കിൽ നേരം വൈകിട്ടാകാം. അത് നിങ്ങൾ എത്രത്തോളം പരസ്പരം അലൈൻഡ് ആണ്, നിങ്ങൾ എത്രത്തോളം ഹീൽഡ് ആണ് എന്നതിനെയൊക്കെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച വേഗം നടക്കുന്നതും നേരം വൈകി സംഭവിക്കുന്നതും എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും.
നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച സംഭവിക്കുമ്പോൾ ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകുക? ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് 2 ഓഫ് സോർട്സ് ആണ് കേട്ടോ. 2 ഓഫ് സോർട്സ്, ക്ലാരിഫൈ ദ 2 ഓഫ് സോർട്സ്. ഓക്കെ, നിങ്ങൾ വളരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സ്റ്റക്കായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ സ്റ്റക്കായിരിക്കും, കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു വഴി തെളിഞ്ഞു നിൽക്കാത്തൊരവസ്ഥ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്, ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങൾ വളരെ കോൾഡ് എനർജിയിലായിരിക്കും. അതായത് എല്ലാവരോടൊരു വല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, വളരെ ഒരു അകൽച്ച, മാനസികമായിട്ട് ആരോടും ഒരു അടുപ്പമില്ലാത്തൊരു സമയം, എല്ലാവരിൽ നിന്നൊരു അകൽച്ച വലിക്കുക, എല്ലാവരുമായിട്ട് സ്ട്രോങ് ബൗണ്ടറി. ഓക്കെ, നിങ്ങൾ ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ പരിചയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഒട്ടും ഇങ്ങനെ എന്താ പറയാ, വളരെ ഫ്രണ്ട്ലി ആയിട്ടൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരിക്കുന്നത് കാണുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിനുവേണ്ടി നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾക്കത് കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങളുടെ കയ്യിലേക്ക് അത് എത്തുന്നില്ല, അത് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ എത്ര പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് കാണുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊന്നിലേക്കും നിങ്ങൾ ശ്രദ്ധ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വളരെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് നിങ്ങൾ എല്ലാവരിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതും ആരുമായിട്ട് അധികം ഒരു ഫ്രണ്ട്ലി എനർജി കീപ്പ് ചെയ്യാത്തതും. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു സ്റ്റാഗ്നൻസി ഏത് മേഖലയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, അതാണ്. അത് മാറിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്കൊരു സ്വസ്ഥത ഉണ്ടാകുള്ളൂ. അപ്പം അത് മാറുന്നില്ല, നിങ്ങൾ അതിനു വേണ്ടി എത്ര ശ്രമിച്ചിട്ടും അതിലൊരു പുരോഗതിയും കാണുന്നില്ല, അത് മാറുന്നില്ല എന്നുള്ള ആ ഒരു അതെന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വേറെ ഒന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ അപ്പം നിങ്ങൾ വല്ലാതെ നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. നമുക്ക് കിട്ടിയ വേറൊരു കാർഡ് നോക്കൂ, ഹെർമിറ്റ്. ഈ പറഞ്ഞ എനർജിയാണ് ഹെർമിറ്റും. ഓക്കെ, അപ്പം നിങ്ങളുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് മേഖലയിലാണ് നിങ്ങൾ ഈ സ്റ്റാഗ്നൻസി അനുഭവിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതെ പോകുന്നത്, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് നടത്തിയെടുക്കുക, നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. വേറെ ഒന്നും, ബാക്കിയെല്ലാം നിങ്ങളെ സംബന്ധിച്ചൊരു ഡിസ്ട്രാക്ഷൻ ആണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ഒന്നിലേക്ക് ശ്രദ്ധ കൊടുക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഒരു തരത്തിലുള്ള വേറെ ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷേ എന്താ, അത് നിങ്ങളുടെ ഒതന്റിക് ആയിട്ടുള്ള എനർജി. നിങ്ങൾ യാതൊരു തരത്തിൽ ആരെയും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കാനൊന്നും നിങ്ങൾ ശ്രമിക്കില്ല. നിങ്ങൾ നിങ്ങളായി തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒതന്റിക് സെൽഫിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒതന്റിക് സെൽഫ് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, എല്ലാവരോടും ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരാളല്ല. അപ്പോൾ പലരും അത് നല്ല രീതിയിലാവില്ല ഹാൻഡിൽ ചെയ്യുക. പൊതുവെ എല്ലാവർക്കും എല്ലാവരോട് ചിരിക്കുന്ന കളിക്കുന്ന ആളുകളെയാണല്ലോ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ മാത്രമല്ല, അല്ലാത്ത ആൾക്കാരും ഈ ലോകത്തുണ്ട് എന്നുള്ളത് എന്തുകൊണ്ടോ നമ്മുടെ ലോകത്തിലുള്ള എല്ലാവർക്കും അതങ്ങനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇത്ര ഡിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ, എല്ലാവരോടും അധികം ചിരിക്കാതെയും കളിക്കാതെയൊക്കെ നിൽക്കുമ്പോൾ പലരും നിങ്ങൾ പല രീതിയിലും നിങ്ങളെ ജഡ്ജ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കും. എന്തെങ്ങനെയൊക്കെ സംസാരിക്കണം, എന്തെങ്ങനെ ചെയ്യണമെന്നൊക്കെ. നിങ്ങൾ അതിനൊന്നും മൈൻഡ് ചെയ്യില്ല. അത് വേറൊരു കാര്യം. ആരൊക്കെ എന്തൊക്കെ നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവില്ല. കാരണം അവരുടെ വാല്യുവേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്റ്റേണൽ വാല്യുവേഷൻ വേണ്ട നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് ഒന്നും വരില്ല എന്നുള്ളൊരു ചിന്തയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിന് ഒരു തരത്തിലുള്ള അയ്യോ അവരെന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണ്ടല്ലോ, ഇവരെന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണ്ടല്ലോ, അവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ പെരുമാറുക, ഇങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലില്ല. നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്നു. അതിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു നാണക്കേട് തോന്നലോ അല്ലെങ്കിൽ ഒരു ജാള്യതയൊന്നുമില്ല. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നേടിയെടുക്കും എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം, വളരെ ആത്മധൈര്യമുണ്ട്. കാരണം ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല, എന്നാലും ആ ഒരു എന്താ പറയുക നിരാശയിലേക്ക് പോകാതെ അത് നേടിയെടുക്കുമെന്നൊരു ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുത്ത് അതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യവും നിങ്ങൾ കാണിക്കുന്നൊരു സമയമാണെന്നും കൂടെ കാണുന്നു. ഓക്കെ, clarify the 6 of cups.
ഏതെങ്കിലും ഒരു വ്യക്തി പ്രധാനപ്പെട്ടതായിട്ട് കഴിഞ്ഞുപോയ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നിയ ഒരാളായിരിക്കാം. അവരെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ കുറിച്ച് പെട്ടെന്ന് നിങ്ങളുടെ വല്ലാതെ ഓർമ്മകൾ വരിക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ഒരുപാട് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ വ്യക്തിയെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ മീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട്, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം, നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളും ആഗ്രഹിക്കാതെ തന്നെ ഈ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ വരിക, അവരുടെ പേരുകൾ കാണുക, അങ്ങനെ. അപ്പോൾ ആ ഒരു നല്ല നല്ല മെമ്മറീസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അല്ലാണ്ട് വേദനിപ്പിച്ച സമയങ്ങളല്ല, പക്ഷെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ മനസ്സിലേക്ക് വരിക. അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ റീച്ച് ചെയ്യാൻ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. അതും ഒരു കൺഫർമേഷനാണ്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ കൗണ്ടർ പാർട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ സ്പൗസ് ആണെന്ന് തോന്നിയ ഒരാളുണ്ട് പാസ്റ്റിൽ. ഓക്കെ, അത് വർക്കൗട്ട് ആയിട്ടില്ല ഡെഫിനറ്റ്ലി. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളും അവർ നമ്മളിപ്പോൾ ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കില്ല. ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുന്നതിന് ആ സമയത്ത്, കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത്, ഒന്നില്ലെങ്കിൽ കണ്ടുമുട്ടുന്ന തൊട്ട് മുന്നോ അല്ലെങ്കിൽ കണ്ടുമുട്ടിയ തൊട്ട് പുറകിലോ ആയിട്ട്, അല്ലെ അതിന് ശേഷമായിട്ട് ഈ വ്യക്തി നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരാണ് ഇനീഷ്യേറ്റ് ചെയ്യുക. അവർ കോണ്ടാക്ട് ചെയ്ത് ചിലപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഒരു കോൾ അയക്കാം, ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാനുണ്ട്. ഓക്കെ, ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അവരിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ, നിങ്ങൾ ആ സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പരിശ്രമിച്ച് കിട്ടാതെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ലൈഫിൽ, അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു അവസരം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് കൊണ്ടുതരും. ഈ ഒരു വ്യക്തി, ഓക്കെ, ഈ പാസ്റ്റിലുള്ള വ്യക്തിയും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്, അവരിങ്ങനെ ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഓഫർ ചെയ്യാനാണ്. ഓക്കെ, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത് എന്നും കൂടെ കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട്. അപ്പൊ അവര് അങ്ങനെ ഒരു നിങ്ങൾക്കപ്പോൾ ഏറ്റവും ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനുള്ളൊരു വഴിയാണ് ഈ ഒരു വ്യക്തി വഴി, ഈ ഒരു പാസ്റ്റിലുള്ള ഒരാൾ വഴി നിങ്ങളിലേക്ക് എത്തുന്നത്. യെസ്, നിങ്ങളിലേക്ക് എത്തുകയാണ്. കാരണം നിങ്ങൾ അതിന്റെ പിന്നാലെ പോവല്ല, നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നി ഇഷ്ടമൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു എന്താ പറയാ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശക്തമായ തോന്നൽ ഉണ്ടായിട്ട് ഇവര് നിങ്ങളുടെ ഫ്യൂച്ചർ പാസ് ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. പക്ഷെ എന്തായാലും അത് നടന്നിട്ടില്ല, അതിലൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ വ്യക്തിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി. അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പർ ആകാനൊരു സാധ്യതയുണ്ട്. സോൾ ട്രൈബിലുള്ള ഒരാളാകാൻ സാധ്യതയുണ്ട്. അവരിലൂടെയാണ് എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്ന് കാണുന്നു. കാരണം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്, നിങ്ങൾ ആഗ്രഹിച്ചൊരു ഓപ്പണിംഗ് കിട്ടുക എന്ന് പറയില്ലേ, ആ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗമാണ് യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയിലൂടെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളത് സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്താണെന്ന് കാണുന്നു, പക്ഷെ നിങ്ങളത് സ്വീകരിക്കാനായിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നു. അപ്പോൾ എന്തായാലും അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്തിനാണ് അവർ കോണ്ടാക്ട് ചെയ്യുന്നത്, എന്താണ് കാര്യം എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാകുക. നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ടുള്ള ഫസ്റ്റ് മീറ്റ് നടക്കുന്നതിന് മുൻപായിട്ടോ അതിന് ശേഷമോ നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നടക്കുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യെസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു.
അത് കൂടുതലും കരിയർ റിലേറ്റഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂ തരാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തായാലും ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി, ഓക്കെ, കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ അത് സ്വീകരിക്കാൻ റെഡിയാക്കുക. എന്തായാലും ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് അറിയണം. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്ലാരിറ്റി നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇത്രയും നാളൊരു കോണ്ടാക്ട് ചെയ്തില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അതിനെ വേണ്ടാന്ന് വെക്കരുത്. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ക്ഷമയോടെ കേൾക്കുക. അത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് സംഭവിക്കുന്ന ഒരു സമയം. ആ ഒരു സ്റ്റാഗ്നൻസിയിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ആ ഒരു വ്യക്തി, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ, ഒട്ടും കോണ്ടാക്ട് ഇല്ലാത്ത ഒരാൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവർ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ്. ഈ പാസ്റ്റിലുള്ള ഇപ്പോൾ കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളാണെന്ന് കാണുന്നു. ഓക്കെ, എസ്പെഷ്യലി ആ ഒരു വ്യക്തി നിങ്ങളുടെ കൗണ്ടർ പാർട്ട് ആണെന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അതൊരു എക്സ്ട്രാ കൺഫർമേഷനാണ്. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അവർ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അത് ആ വ്യക്തിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എന്നല്ല കാണുന്നത്. പക്ഷേ ഇതാണ് സംഭവിക്കുന്നുണ്ടാവുക. ഈ ഒരു ഫസ്റ്റ് മീറ്റ് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റ് നടക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നോക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമുള്ള തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നിങ്ങൾക്ക് എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കുന്നത്. ഹായ്, എംപ്രസ് കാർഡാണ് കിട്ടിയത്. വളരെ ഒരു അബണ്ടന്റ് ഫീൽ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു മീറ്റിംഗിൽ തന്നെ അറിയാം ഇത് ജസ്റ്റ് ഒരു കണ്ട് സംസാരിച്ച് അവസാനിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവർ അവരുടെ ഭാഗത്തു നിന്ന് വളരെയധികം അവർ വളരെ ഇമോഷണലി അവൈലബിൾ ആയിരിക്കുന്നത് കാണുന്നു. നിങ്ങൾ വളരെ കോൾഡ് ആൻഡ് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ പോലും അവർ വളരെ ഇമോഷണലി അവൈലബിൾ ആയിരിക്കും. അവരൊരു സ്വീറ്റ് കെയറിങ് സൈഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വളരെ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ആ ഒരു ഫസ്റ്റ് മീറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. ഞാൻ കേൾക്കുന്നത് സ്റ്റാർട്ട് ഓഫ് സംതിങ് ന്യൂ. അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു മീറ്റിംഗ് അല്ല, ഇതൊരു എന്തോ നല്ലൊരു കാര്യത്തിന്റെ തുടക്കമാണ് എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ഫസ്റ്റ് മീറ്റിലൂടെ. വളരെ പെട്ടെന്നായിരിക്കും ഈ ഒരു എന്താ പറയണ്ട ഈ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് തോന്നും സ്വപ്നം പോലെ തോന്നുന്നൊക്കെ പറയില്ലേ, അതുപോലെ പെട്ടെന്ന് ആണ് സംസാരിക്കുന്നതും ഇന്ററാക്ഷൻ നടക്കുന്നതും ഒക്കെ. നിങ്ങൾക്കതിങ്ങനെ ഇതിപ്പോ ഈ വ്യക്തി എവിടെ നിന്നാ വന്നേ അങ്ങനത്തെ ഒരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒട്ടും ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആണ് കൂടുതൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇതിപ്പോ എന്തുണ്ടായി, ഇതിപ്പോ എവിടെ നിന്നാ വന്നത്, ആര്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ ചില ആൾക്കാരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ. പക്ഷെ അതൊരു പോസിറ്റീവ് ഫീലാണ്. അതാണ് ഇവിടെ ഉണ്ടാകുക. പിന്നെ നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന നിങ്ങൾ അനുഭവിക്കുന്ന കുറെ സ്ട്രെസ്, ഓക്കെ, എത്രത്തോളം ടെൻഷനോ കൺഫ്യൂഷനോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ശേഷം നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു ടെൻഷനൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ തന്നെ അത് തിരിച്ചറിയുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അതുവരെ ചിലപ്പോൾ ആ ഒരു ഫസ്റ്റ് മീറ്റ് തൊട്ട് മുന്നേ വരെ നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാഗ്നൻസി നിങ്ങൾ അനുഭവിക്കുന്നത് കാരണം. പക്ഷെ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഹീലിംഗ് ആയിരിക്കും എന്ന് കാണുന്നു. അവർ ഒരു തരത്തിലും മറ്റേ തരത്തിലും നിങ്ങളുടെ ആ ഒരു ടെൻഷൻ നിങ്ങളിൽ നിന്ന് എടുത്തു കളയുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്ന് അത് റിലീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഈ ഒരു ഫസ്റ്റ് മീറ്റിനെ വളരെ മാജിക്കലായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഈ സംഭവിച്ചത്. യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാജിക്കൽ മൊമെന്റ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിയൽ ലൈഫിൽ ഒരു മാജിക് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ അനുഭവിച്ചൊരു ഫീലായിരിക്കും ഈ ഒരു ഫസ്റ്റ് മീറ്റ് നടക്കുന്നതും അത് കഴിഞ്ഞിട്ടും ഉള്ളത്. പിന്നെ അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ഒക്കെ അല്ലെങ്കിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ഒരു എന്താ പറയണ്ടേ,
ഞാൻ കേൾക്കുന്നത് എന്താ വെച്ചാൽ ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള വർത്തമാനങ്ങളൊന്നുമില്ല. മാത്രമല്ല ഒരു ഇൻഡയറക്ട്ലി കാര്യങ്ങൾ പറയില്ല. പറയേണ്ട കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളോട് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നു. അവർക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളത് പോലും അവർ വളരെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയത്. അതായത് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അവർക്ക് ഒരു താല്പര്യം ഉണ്ടോ, അവർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷനല്ല ഉണ്ടാവുക. ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്കും അവരോടൊരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും വളരെ വ്യക്തമായിരിക്കും. ഓക്കെ, ഒരു സ്വീറ്റ് എക്സ്പീരിയൻസ്, നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണെന്ന് കാണുന്നു. ക്ലാരിഫൈ ദ 7 of Cups. ഇതൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫുൾ എനർജി നമുക്ക് ഫസ്റ്റ് കിട്ടിയത് വെറുതെ അല്ല. നിങ്ങളത് വളരെ അധികം ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു സമയത്ത്, ഇത് ഒട്ടും നടക്കാൻ പോകില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് നിങ്ങൾ കൂടുതലും ഈ ഒരു കളക്റ്റീവിലുള്ള ഒരു 80% വരെയുള്ള കളക്റ്റീവും ഈ ഒരു ഗ്രൂപ്പിൽ നടക്കുന്ന നിങ്ങളുടെ ഫസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ കാർഡ് എനർജിയാണ്. അതായത് നേരത്തെ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും ഡെഫിനറ്റ്ലി. നിങ്ങൾ അത്രയും നാളെ നിങ്ങളുടെ ആ ഒരു കോൾഡ് എനർജിയിൽ ഇരുന്നിരുന്ന നിങ്ങളുടെ ഒരു മാറ്റം, നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ സൈഡ് കുറച്ചൊന്ന് ആക്റ്റീവ് ആകുന്നത് ഈ ഒരു മീറ്റിങ്ങിലൂടെയാണെന്ന് കാണുന്നു. നിങ്ങൾ ശരിക്കും ഇങ്ങനെ വളരെ സർപ്രൈസ്ഡ് ആകും ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതും ആ ഇൻട്രാക്ഷനും ആ ഒരു ത്രൂ ഔട്ട് എക്സ്പീരിയൻസും നിങ്ങൾക്ക് വളരെയധികം ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതേസമയം നിങ്ങൾ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്ന നിങ്ങളിങ്ങനെ റിവൈൻഡ് ചെയ്ത് അതിങ്ങനെ ആലോചിച്ച് നിങ്ങൾ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഫ്രഷ് സ്റ്റാർട്ട്. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ് എന്ന് കാണുന്നു ഈ ഒരു ഫസ്റ്റ് മീറ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇവരെവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ഇത് എന്തത് ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറേ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു കൃത്യമായ ഉത്തരം കിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിവൈൻ പ്രസൻസ് ആണ് നിങ്ങളവിടെ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ശരിക്കും ഒരു ട്രൂലി ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് അതാണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും തോന്നുക. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ ഒരു വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും, ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്താണ്, പക്ഷെ വളരെ നല്ലൊരു മീറ്റിംഗ് ആണ്, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, clarify the judgment. Clarify the judgment. Yes. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ഓഫ് സംതിങ് ന്യൂ. അത് തന്നെയാണ് നിങ്ങൾക്ക് ആ തുടക്കത്തിലും അണ്ടർലൈൻ എനർജി നോക്കൂ, ലവേഴ്സ്. നമുക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള ഈ കാർഡിൻ്റെ അണ്ടർലൈൻ എനർജി എംപറർ ആണ്. നമുക്ക് എംപറസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി സ്ട്രോങ് ആണ്. നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി ജസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരാളല്ല എന്നുള്ളത്. ഓക്കെ, ഈ ഒരു എൻകൗണ്ടർ, ഈ ഒരു ഇൻട്രാക്ഷൻ ഫേറ്റഡ് ആണെന്നും ഈ വ്യക്തി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും ഉള്ള ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മീറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ എവിഡൻ്റ് ആണ്. അത് നിങ്ങൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഓക്കെ, ഇവിടെ നിന്നൊരു പ്രോഗ്രസ് ആണ് ഇത്. ഈ ഒരു മീറ്റിങ്ങിലൂടെ അവസാനിക്കുന്നതല്ല നിങ്ങളുടെ കണക്ഷൻ എന്നുള്ളത്, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സൈക്കിക് സൈഡാണ് നിങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു കൺഫർമേഷൻ യൂണിവേഴ്സ് തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ. അത് എനിക്ക് എത്രത്തോളം വാക്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അറിയണില്ല, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് മീറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3യുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്, അതുപോലെ തന്നെ അവരും ഗ്രൂപ്പ് 3യും അവരുടെ ഭാവി ജീവിത പങ്കാളിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്, ഏത് പ്രധാനപ്പെട്ട തീയതികൾ അല്ലെങ്കിൽ ആഴ്ചകൾ, മാസങ്ങൾ, സോഡിയാക് സീസൺസ്, എന്ത് വേണേലാകാം.
ഓക്കെ, ഞാൻ ഈ കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ പ്രധാനപ്പെട്ട തീയതികൾ ഇതിൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ ജനന തീയതി ഉണ്ടാകാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. അപ്പോൾ 4, 6, 12, 25, 28 ഇതാണ് പ്രധാനപ്പെട്ട തീയതികൾ. ശനിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ആഴ്ചയായിട്ട് പറയുന്നു, ഓക്കെ, ദിവസമായിട്ട് പറയുന്നു. പിന്നെ ടോറസ്, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ സൺ മൂൺ റൈസിങ് സോഡിയാക് സൈൻ ടോറസ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൺസൂൺ സീസൺ എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം ഏകദേശം. വിന്റർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആണ് വിന്റർ സീസൺ. ഈ മാസങ്ങളും പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നു. ജാനുവരി ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെപ്റ്റംബർ മന്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സമയങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്ന മാസങ്ങൾ, തീയതികൾ, ഇതെല്ലാം ഇതിലേതെങ്കിലും ഒന്ന് ഒരു കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് മീറ്റിൻ്റെ ഒരു ഡേറ്റ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ബർത്ത് മന്തും ജനിച്ച മാസവും ജനിച്ച തീയതിയും ഒക്കെ ഇതിലുണ്ടാകാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ XTMKD. ഓക്കെ, ഇത്രയുമാണ് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ്. ഇതിൽ അവരുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ അവരെ ഈ ലെറ്റേഴ്സ് അവരുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇതാണ് നമുക്ക് നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ പറ്റിയും നിങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെ പറ്റിയുമുള്ള ക്ലൂസ് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ ഈ വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്